ഡോക്ടറെ ഒരു രക്ഷയില്ലാത്ത ചൂടാണല്ലേ? മൊത്തത്തിലൊന്ന് തണുപ്പിക്കാൻ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഉണ്ടല്ലോ. ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ആളോട് പറഞ്ഞ പോലെ നമ്മൾ ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ധാരാളം വെള്ളം കുടിക്കുക, നമ്മുടെ ശരീരത്തിനെ നല്ലോണം ഒന്ന് തണുപ്പിക്കുക. കൂടാണ്ട് നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഒരു ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ തക്രധാരയാണ്. തക്ര എന്ന് പറഞ്ഞാൽ മോരാണ്, ധാര എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സ്ട്രീം ആയിട്ട് നമ്മുടെ ശരീരത്തിലോ ഫോർഹെഡിലോ ഒഴിക്കുക എന്നുള്ളതാണ്. അത് വെറും മോരല്ല, മെഡിക്കേറ്റഡ് ആണ്. അതായത് മുത്തങ്ങ, നെല്ലിക്ക പോലത്തെ മെഡിസിൻസ് ഇട്ട് ഉണ്ടാക്കുന്ന മോര് കൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഇതുകൊണ്ട് മെയിനായിട്ട് നമ്മൾ ഹെൽപ്ഫുൾ ആവുന്നതെന്ന് വെച്ചാൽ നമ്മളെ ശരിക്കുള്ളത് കൂളിംഗ് എഫക്റ്റ് ആണ്. കൂടാതെ തന്നെ നമ്മുടെ മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാനും നമ്മുടെ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാനും വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ ക്ലൈമറ്റ് ഇതായതുകൊണ്ട് തന്നെ സ്കിന്നൊക്കെ ആകെ ഡള്ളാണ്. അതിന് നമുക്ക് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞവര ഫേഷ്യലാണ്. ഞവര ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ഡീഹൈഡ്രേഷൻ ഒക്കെ വരുമ്പോൾ നമ്മുടെ സ്കിന്ന് വളരെ ഡ്രൈ ആയിരിക്കും. അതുപോലെ ഈ സൺഡേ ടാൻ ആയിട്ട് ഭയങ്കര പിഗ്മെന്റേഷൻ ആയിരിക്കും. അപ്പൊ ഞവര ഫേഷ്യൽ എന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു, എല്ലാ സ്കിൻ ടൈപ്പിനും ഞവര ചെയ്യുന്നത് നല്ലതാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും നല്ലതാണ്. പക്ഷെ ഫസ്റ്റ് ഡോക്ടറിനെ ഒന്ന് കാണിക്കണം. ഡോക്ടർ ഡിസൈഡ് ചെയ്യും ഇത് ഏത് ഫേഷ്യലാണ് ബെസ്റ്റ് എന്നുള്ളത്. ഡോക്ടർ ഡിസൈഡ് ചെയ്തതിനു ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള പാക്ക്, അത് സ്കിന്നിന് നല്ലോണം നറിഷിംഗ് ആണ്, സൂതിങ് എഫക്റ്റ് ആണ്. ഈ സമ്മർ ടൈമിൽ ചെയ്യാവുന്നുള്ളത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ആൾക്കാർക്ക്. സാധാരണ 300 മുതൽ 500 ദിർഹംസ് വരെയൊക്കെയാണ് തക്രധാരയ്ക്ക് ചാർജ് ചെയ്യാറുള്ളത്. എന്നാൽ നമ്മുടെ ആയുർകെയറിൽ 149 ദിർഹംസ് ആണ് തക്രധാരയ്ക്ക് വരുന്നത്. ഞവര ഫേഷ്യലിനാണെങ്കിൽ 199 ദിർഹംസും. ആയുർകെയറിൽ പ്രധാനമായിട്ട് ഇപ്പം വിമൻ ഹെൽത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്? നമ്മളിവിടെ സാധാരണ UAE-ൽ കാണാറുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെറിയ പെൺകുട്ടികൾ തൊട്ട് മെനോപോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ വരെയുള്ള ഒരു ഹോർമോണൽ ഇംബാലൻസ്. അതിപ്പോൾ സാധാരണ പാരൻസ് ടീനേജേഴ്സിനെ കൊണ്ടുവരുമ്പോൾ അവരുടെ മെയിൻ കൺസേൺ ബ്യൂട്ടി കൺസേൺ ആയിരിക്കും. പക്ഷെ അതിൻ്റെ കോസ് തപ്പി പോകുമ്പോൾ അതിൻ്റെ മെയിൻ റീസൺ അണ്ടർലൈൻ PCOS അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ്, അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ തെറാപ്പീസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് വെയിറ്റ് ഗെയിൻ. എന്താ റീസൺ എനിക്ക് പോലും അറിയില്ല. അപ്പം ഇത് ഈ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ആയിരിക്കുമോ, അല്ലെങ്കിൽ എന്താണ്, എങ്ങനെയാണ് അത് അറിയാൻ പറ്റുക? ആണ്, ഹോർമോണൽ ചേഞ്ചസ് ഒരു പരിധി വരെ അതിനൊരു കാരണമാണ്. സാധാരണയായിട്ട് UAE-ൽ നമ്മുടെ എല്ലാവരുടെയും ഒരു ലൈഫ് സ്റ്റൈൽ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. പിന്നെ ഫുഡ് ഹാബിറ്റ്സ്, ലേറ്റ് നൈറ്റ് ഫുഡ് കഴിച്ച് അങ്ങനെ തന്നെ കിടന്നുറങ്ങാൻ പോകുന്നത്. ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ തൈറോയ്ഡ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസ്, ഇങ്ങനെ എല്ലാത്തിനുമായിട്ട് നമുക്കിവിടെ ഒരു ഡീറ്റെയിൽഡ് കൺസൾട്ടേഷൻസും അതിനനുസരിച്ചുള്ള മെഡിസിൻസും ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ്. സാധാരണ ഈ പ്രീനാറ്റൽ പോസ്റ്റ്നാറ്റൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഒട്ടുമിക്ക ആയുർവേദ സെന്ററുകളും ഉണ്ടല്ലോ. ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലുള്ള കണ്ടീഷൻസിനുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. അതൊക്കെ എങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്? നമുക്ക് പ്രഗ്നൻസി കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഡെലിവറിയോടുകൂടി സ്റ്റോപ്പ് ആവുന്ന ഒരു കാര്യമല്ല. അത് ഡെലിവറി കഴിഞ്ഞാലും നമ്മൾ കുറച്ച് നാളത്തേക്ക് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട പരിചരണം കൊടുക്കും. അത് ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് കോൺസെൻട്രേഷൻ കൊടുക്കും. അതിന് വേണ്ടിയിട്ട് കുറച്ച് കൗൺസിലിംഗ് ഉണ്ടാകും. എല്ലാ പേഷ്യൻസും ഒരേപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ അവർക്ക് കുറച്ച് മെൻ്റൽ സപ്പോർട്ട് അധികം വേണ്ടി വരും. അവർക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് മദർ ആണെങ്കിൽ അവർക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനുള്ള ടെക്നിക്സ് ഒന്നും അറിയണ്ടാവില്ല. അതിനൊക്കെ ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്തു കൊടുക്കും. ഇതിനൊക്കെ പുറമെ നടുവേദന, കഴുത്തുവേദന, മുട്ടുവേദന പോലുള്ള അസുഖങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുറച്ച് ട്രീറ്റ്മെന്റ്സ് ഉണ്ടല്ലോ. കിഴി, പിഴിച്ചിൽ, വസ്തി, ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കിസൈസിലെ ദമാസ്കസ് സ്ട്രീറ്റിലുള്ള ആയുർകെയറിന്റെ ക്ലിനിക്കിലാണ്. ഇവരുടെ മറ്റൊരു ബ്രാഞ്ച് വരുന്നത് കറാമയിലാണ്, നമ്മുടെ ADCB മെട്രോ സ്റ്റേഷനിൽ തൊട്ടടുത്ത്. ഇതിന് പുറമെ ആയുർകെയറിന്റെ മറ്റൊരു പ്രീമിയം ക്ലിനിക്ക് വരുന്നുണ്ട് മിർദിഫിലെ സ്പോർട്സ് സിറ്റിയിൽ. നമ്മുടെ പ്രീമിയം ക്ലിനിക്കിൽ ആയുർവേദൻ ട്രീറ്റ്മെന്റ്സ് കൂടാതെ നാച്ചുറോപ്പത്തി, ഫിസിയോതെറാപ്പി കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് വിളിച്ച് അപ്പോയിൻമെന്റ് എടുക്കണമെങ്കിലോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ ഒക്കെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.